മോർണിംഗ്. ഇത്രയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോളൂ കഴിഞ്ഞ ക്ലാസ്സിൽ 22 പേരെ ജോയിൻ ചെയ്ത് കാണുന്നുള്ളല്ലോ. ഒരു ക്ലാസ് കഴിഞ്ഞിപ്പോ പോയോ? അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾ ഉണ്ടായിരുന്നോളൂ ആണോ? ദീപ്തി അതൊക്കെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ പോയതാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. കൃഷ്ണേന്ദു ഓക്കെ, ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്? ആംബുലൻസ് സർവീസ്. നിങ്ങളുടെ ഹസ്ബൻഡോ അച്ഛനോ ആരെങ്കിലും ഒക്കെ ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഡ്രൈവർ ആയിട്ടൊക്കെ പോകണ്ടോ? ഈ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഇത് എടുത്തപ്പോ ചോദിച്ചപ്പോ അവരുടെ ഹസ്ബൻഡ് ഒക്കെ ആംബുലൻസിൽ ഡ്രൈവർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ആംബുലൻസുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇല്ല. അപ്പൊ ഇന്നലെ പറഞ്ഞ കാര്യം മറന്നുപോയോ? ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനൊരു മെസ്സേജ് തന്നെ ഇല്ല അല്ലെ? ഓക്കെ. ആംബുലൻസ് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലെ? കണ്ടിട്ടുണ്ട്. കേറിയിട്ടുണ്ടോ? ആംബുലൻസിൽ കേറിയിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പൊ നമ്മള് ഉണ്ട് ഇല്ലേ? റിലേറ്റീവ്സിനെയും കൊണ്ടോ അല്ലെ എമർജൻസി ഒക്കെ ആണെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ മരിച്ചിട്ടാണെങ്കിലും ഒക്കെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോഴും ചിലപ്പോ നമുക്ക് ആ കൂട്ടത്തിൽ പോകാം അല്ലെ? പേഷ്യൻസിന്റെ കൂടെ നമുക്ക് പോകാൻ പറ്റും. എന്തായാലും നമുക്ക് ആംബുലൻസിനെ കുറിച്ച് പഠിക്കാം. ചാപ്റ്റർ 11 ആണ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. ആംബുലൻസ് സർവീസ് എന്താണ് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ആംബുലൻസ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ which transport patients to treatment facilities such as hospital. Ambulance എന്ന് പറഞ്ഞ എന്താ? It's a medically arranged vehicle. ഒരു വൈദ്യശാസ്ത്രപരമായി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിൾ ആണ്. സാധാരണ കാറ് ബസ് ഒക്കെ പോലെയാണ് ആംബുലൻസ് ഉള്ളത്. ആംബുലൻസ് അങ്ങനെയാണോ? ഒരു മെഡിക്കലി അറേഞ്ച്ഡ്, അതായത് അതിനകത്ത് കുറച്ച് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ? പല ടൈപ്പ് ആംബുലൻസുകൾ പഠിക്കാണ്ട് നമുക്ക് ഡീറ്റെയിൽ വരുന്ന ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, അങ്ങനെ പല ടൈപ്പുകള് നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിലും എന്താ പറയാ, മിക്ക ആംബുലൻസ് എന്ന് പറഞ്ഞ എന്താ, നമ്മളൊരു ഫെസിലിറ്റിയും കൂടി അവിടെ ഉണ്ടാവും. പേഷ്യൻസിനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അല്ലെ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അതേ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ ആ പേഷ്യൻസിന് സാധാരണ വാഹനങ്ങളിൽ പോയാൽ മതിയാവോ? ഒരു എന്താ പറയാ, ഒരു ആക്സിഡന്റ് ഉണ്ടായി, പെട്ടെന്ന് നമുക്ക് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധാരണ ഇപ്പൊ ഒരു കാർ വിളിച്ചു പോയാല് അല്ലെങ്കിൽ ബസ്സിൽ പോയി കഴിഞ്ഞാൽ പറ്റുമോ? ആംബുലൻസ് ആണെങ്കിൽ എന്താ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? എന്താണ് നമ്മള് മറ്റുള്ള വാഹനങ്ങളിൽ നിന്നും ആംബുലൻസിനെ നമ്മൾ വേർതിരിക്കുന്ന കാര്യം എന്താ? അതില് പേഷ്യൻസിന് ഇപ്പൊ എമർജൻസി ആയിട്ട് പോകുമ്പോ എന്താ നമുക്ക് ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ ചിലപ്പോ ഓക്സിജൻ കൊടുത്തു പോകേണ്ട ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുള്ളപ്പോഴോ കാർഡിയാക് സ്റ്റോക്കോ സ്പെഷ്യൽ കെയർ അല്ലെ, ഒറ്റവാക്കി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കെയർ കിട്ടും. നമ്മൾ സാധാരണ പോകുന്ന വാഹനങ്ങളില് അവരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി വേണമെങ്കിൽ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? പിന്നെ അതുപോലെ പതുക്കെ പോകാനും പറ്റുള്ളൂ. ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് സ്പീഡ്, വെരി ഗുഡ് സ്പീഡ് ഉണ്ട് അല്ലെ? പെട്ടെന്ന് നമുക്ക് ആംബുലൻസ് വരുമ്പോൾ മറ്റുള്ള വാഹനങ്ങളൊക്കെ മാറിക്കൊടുക്കണം എന്നാണ് അല്ലെ? അതായത് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അതിനെ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ മാറിക്കൊടുക്കണം എന്നുണ്ട് റോഡിൽ അല്ലെ? ആംബുലൻസിലാകുമ്പോൾ വേഗത്തിൽ ആ ഒരു ഫെസിലിറ്റിയോട് കൂടി തന്നെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ഈ ആംബുലൻസ് വഴി ആംബുലൻസ് സർവീസ് അതിൽ കൂടെ നമുക്ക് പറ്റും. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്ന? ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് എ ഹോസ്പിറ്റൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Dash is a medically arranged vehicle. നമ്മൾ ചോദിക്കാം കേട്ടോ. Which transport patient to treatment facility such as hospital. അപ്പൊ ഏതാണ്? ആംബുലൻസ് ആണ്. അണ്ടർലൈൻ ചെയ്തോ ഫസ്റ്റ് സെന്റൻസ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ടിപ്പിക്കലി ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട്. എന്താ പറഞ്ഞേക്കുന്നേ? ടിപ്പിക്കലി ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ. ഹോസ്പിറ്റലില് നമുക്ക് ഹോസ്പിറ്റലിന്റെ പുറത്ത് മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റും.
അല്ലെ? ആ ട്രാൻസ്പോർട്ട് സമയത്തും പേഷ്യൻസിന് മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിന് പുറത്തു കൊടുക്കാനും പറ്റും. ഇപ്പൊ നമ്മൾ വളരെ ക്രിട്ടിക്കലാണ്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ് ആണ് അല്ലെ? അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ വേറൊരു വാഹനത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്പീഡ് മാത്രമല്ല ആ ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഇത് ചെന്നാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസുകൾ വെന്റിലേറ്റർ ഉണ്ട്, വെന്റിലേറ്ററോട് കൂടി തന്നെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ആ വെന്റിലേറ്ററോട് കൂടി തന്നെ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിനെ സുരക്ഷിതമായി നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലേ? പല അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള ഫെസിലിറ്റികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മെഷീൻസ് ആണ്, എക്യുപ്മെന്റ്സ് ആണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ഇവിടെ നമ്മളൊന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, അല്ലെങ്കിലോ നമ്മളിപ്പോ ഇവിടെ നിന്ന് പേഷ്യൻസിനെ ഇതിലെടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് നമ്മൾ ഒരു വേറെ വാഹനത്തിൽ കയറ്റി അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്നിട്ട് അവിടെ ചെന്ന് വെന്റിലേറ്റർ വെച്ചാൽ മതിയോ? അപ്പോഴത്തേക്കും ആളിന് വെന്റിലേറ്റർ വെക്കേണ്ടി വരില്ല അല്ലെ? അതായത് വെന്റിലേറ്റർ എപ്പോഴും തന്നെ അല്ലെ? നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ, ഹോസ്പിറ്റലിന്റെ പുറത്തും ഒരു മെഡിക്കൽ കെയർ ആ ട്രാൻസ്പോർട്ട് സമയത്ത്, ആ യാത്രാ സമയത്ത് കൊടുക്കാൻ ആംബുലൻസിലൂടെ പറ്റുന്നു. അല്ലെങ്കിൽ ആ ഒരു ആംബുലൻസ് സർവീസ് ആംബുലൻസിന് അത് അവൈലബിൾ ആണ് അല്ലെ? ഒരു മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിന്റെ പുറത്തും മെഡിക്കൽ കെയർ കൊടുക്കാൻ അതുപോലെയുള്ള ഫെസിലിറ്റികൾ ആംബുലൻസിന്റെ ECG മെഷീൻ ഉണ്ട്, വെന്റിലേറ്റർ ഉണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പല ഫെസിലിറ്റികളും ആംബുലൻസ് എക്യുപ്മെന്റ്സുകളും ആംബുലൻസിനുണ്ട്. അത് പല ടൈപ്പ് അനുസരിച്ചാട്ടോ. അത് നമുക്ക് അന്നേരം ഡീറ്റെയിൽ നോക്കാം. ഇനി നോക്കിയേ, ആംബുലൻസ് ആർ യൂസ്ഡ് ടു റിയാക്ട് ടു മെഡിക്കൽ എമർജൻസി ബൈ എമർജൻസി മെഡിക്കൽ സർവീസ്. അവിടെ ഈ MS എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എമർജൻസി മെഡിക്കൽ സർവീസ് അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. ഒരു എമർജൻസി മെഡിക്കൽ സർവീസ് മുഖാന്തരം എമർജൻസീസിനോട്, മെഡിക്കൽ എമർജൻസിനോട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ആംബുലൻസ് ഉപയോഗിക്കുന്നു. യൂസ്ഡ് ടു റിയാക്ട് മെഡിക്കൽ എമർജൻസി അല്ലെ? അത്യാവശ്യ അടിയന്തര ഘട്ടങ്ങളില് മെഡിക്കൽ എമർജൻസിയോട് പ്രതികരിക്കാനായിട്ട്, റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആംബുലൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഏത് മുഖേന? എമർജൻസി മെഡിക്കൽ സർവീസ് EMS. ഒരു EMS മുഖേന മെഡിക്കൽ എമർജൻസിനോട് പ്രതികരിക്കാൻ ആംബുലൻസ് യൂസ് ചെയ്യുന്നു. They can swiftly transport paramedics and other first responder to the scene, carry equipment for administrating emergency care and transport patient to the hospital or other definitive കെയർ. എന്താ പറഞ്ഞേക്കുന്നത്? ഇത് എങ്ങനെ എത്തിക്കുന്ന? പതുക്കെയാണോ കൊണ്ടുപോകുന്നേ? ആംബുലൻസ് പതുക്കെയാണോ പോണേ? 10-ലോ 20-ലോ 30-ലോ 40-ലൊക്കെയാണോ പോണേ? സ്പീഡ് എങ്ങനെ നല്ല പെട്ടെന്ന് എത്തിക്കാൻ പറ്റൂലേ അല്ലേ? They can swiftly transport, പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റും. ആരെയൊക്കെ? നമ്മൾ പറഞ്ഞു പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. അത് കൂടാതെ ആരാണ്? പാരാമെഡിക്സ്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഡോക്ടറും നേഴ്സും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരില്ലേ, അവരാണ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞ കേട്ടോ. ഡോക്ടറിന്റെ ഒക്കെ വർക്കിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അസിസ്റ്റന്റുകളാണ് പാരാമെഡിക്സ്. ഡോക്ടറും നേഴ്സും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അവരെ ആൻഡ് അതർ ഫസ്റ്റ് റെസ്പോണ്ടർ ടു ദ സീൻ. ആ ഫസ്റ്റ് റെസ്പോണ്ടർ, അതും നമുക്ക് അവിടെ ഡീറ്റെയിൽ പഠിക്കാണ്ട്. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി ആണ്. എ പേഴ്സൺ ഹു റീച്ചസ് ദ ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ഒരു അപകടം നടന്നു, ആ അപകട സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, അതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അവർക്ക് CPR, ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റിന് ബുദ്ധിമുട്ടാണ്, നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ അതിലൊരു ഫസ്റ്റ് ഡ്രൈവറും പിന്നെ ഒരു ഫസ്റ്റ് റെസ്പോണ്ടറും കൂടി വേണം അല്ലെ? അതായത് എന്താ പറയാ, ആ ഒരു CPR ഒക്കെ കൊടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം അല്ലെ? CPR ഒക്കെ കൊടുക്കാൻ കഴിവുള്ളതാണ്. അതായത് ആ സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, അവരെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അത് അവർക്ക് എന്താ CPR പോലെയുള്ളതൊക്കെ കൊടുക്കുക, CPR ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് അവർക്കുടെ ജോലി. ഇപ്പൊ പാരാമെഡിക്സിനെയും ഫസ്റ്റ് റെസ്പോണ്ടറിനെയും ആ സംഭവ സ്ഥലത്തേക്ക് വേഗത്തില് എത്തിക്കാൻ ആംബുലൻസ് മുഖേന അല്ലെങ്കിൽ ആംബുലൻസിലൂടെ കഴിയും. ആൻഡ് ക്യാരി എക്യുപ്മെന്റ്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് എമർജൻസി കെയർ. പിന്നെ അതുപോലെ തന്നെ അടിയന്തരമായിട്ട് കെയർ കൊടുക്കേണ്ട എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകാൻ
എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. ആൻഡ് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ദ ഹോസ്പിറ്റൽ ഓർ ഡെഫിനിറ്റീവ് കെയർ. ആ കെയർ പ്രത്യേക കെയർ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ ഒക്കെ പേഷ്യൻസിനെയും വേഗത്തില് ആ എമർജൻസി കെയർ കൊടുത്ത് അതേപോലുള്ള ഫെസിലിറ്റിയോട് കൂടി തന്നെ വേഗത്തില് ആ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസിനെ എത്തിക്കാനും ആംബുലൻസിലൂടെ കഴിയുന്നു. ക്ലിയർ അല്ലേ ഇൻട്രൊഡക്ഷൻ? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് ഈ ഒരു സംവിധാനത്തോട് കൂടി തന്നെ വേഗത്തിന് എത്തിക്കാൻ പറ്റും. ഇനി നോക്കിയേ, the term ambulance comes from the Latin word ambulare. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. The term ambulance എന്ന് പറഞ്ഞ ആ ടേം ഏതിൽ നിന്നാണ് വന്നത്? comes from the Latin word ambulare. ambulare എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. The term ambulance comes from the Latin word dash. ഏതാണ് ലാറ്റിൻ വേർഡ്? ambulare. മീനിങ് എന്താണ്? ആംബുലറി എന്ന് പറഞ്ഞ വേർഡിന്റെ ലാറ്റിൻ വേർഡിന്റെ മീനിങ് നോക്കിയേ. ടു വാക്ക് ഓർ മൂവ് എബൌട്ട്, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക. ടു വാക്ക് നടക്കുക അല്ലെങ്കിൽ ഓർ മൂവ് എബൌട്ട് നീങ്ങുക എന്നുള്ള മീനിങ് എന്നാണ് ആംബുലറി എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ്. അപ്പൊ ആംബുലറി എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന വേർഡ് ഉത്ഭവിച്ചിരിക്കുന്നത്. Which is reference to early medical care which patients were carried by lifting or wheeling. ഇത് പേഷ്യൻസിനെ ലിഫ്റ്റിംഗ് വഴി പണ്ടൊക്കെ നമ്മൾ പൊക്കിക്കൊണ്ടല്ലേ പോകുന്നത് അല്ലെ? ലിഫ്റ്റിംഗ് എടുത്തുകൊണ്ടൊക്കെയാണ് പോകുന്നത് അല്ലെ? ലിഫ്റ്റിംഗ് വഴി അല്ലെങ്കിൽ വീലിംഗ് വഴി കൊണ്ടുപോകുന്ന പണ്ട് കാലത്തുള്ള ഒരു ആദിമ വൈദ്യശാസ്ത്രത്തെ പരാമർശിക്കുന്നതാണ് ആംബുലൻസ്. അതായത് എന്താ? പേഷ്യൻസിന് പെട്ടെന്ന് നമ്മള് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം അല്ലെ? അങ്ങനെയുള്ള പണ്ട് കാലത്ത് പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ വീലിംഗ് വഴിയൊക്കെയാണ്. അപ്പൊ അതിനെ പരാമർശിക്കുന്ന ഒരു ഇതാണ് ഏതെന്ന് പറയുന്നത് ഈ ആംബുലറി എന്ന് പറഞ്ഞ വേർഡിന്റെ ഒരു മീനിങ്. ടു വാക്ക് ഓർ മൂവ് which is reference to early medical care which patients were carried by lifting or wheeling. ഇത് നോക്കി, there are so many. അപ്പൊ അതിനകത്ത് ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. വേർഡ് ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡായ ആംബുലറി എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് മീനിങ് ടു വാക്ക് ഓർ മൂവ് എബൌട്ട്. ആ രണ്ട് കാര്യങ്ങളും അതിൽ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഇനി there are so many types of ambulance. പല തരത്തിലെ ആംബുലൻസ് ഉണ്ട് അല്ലെ? നിങ്ങൾ തന്നെയാണെങ്കിലും പല രീതിയിലുള്ള ആംബുലൻസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇത് ഏറ്റവും സാധാരണയായിട്ടുള്ള ഒരു ഇതാട്ടാ പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ആട്ടോ ആംബുലൻസിന്റെ. There are so many types of ambulance. പല രീതിയിൽ ആംബുലൻസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും സാധാരണ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റോഡിൽ കൂടെ പോകുന്നത്, റോഡ് ഗോയിങ് ആംബുലൻസ്, റോഡിൽ കൂടെ പോകുന്ന ആംബുലൻസ്. എയർ ഗോയിങ് ആംബുലൻസ്, എയറിൽ കൂടെ പോകുന്ന ആംബുലൻസ്. ദെൻ വാട്ടർ ഗോയിങ് ആംബുലൻസ്, വാട്ടറിൽ കൂടെ പോകുന്ന ആംബുലൻസ്. അപ്പൊ അങ്ങനെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ആംബുലൻസിനെ മൂന്നായിട്ട് പറയുന്നത്: റോഡ് ഗോയിങ് ആംബുലൻസ്, എയർ ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്. റോഡ് ഗോയിങ് ആംബുലൻസ് എക്സാമ്പിളുകളാട്ടോ കൊടുത്തേക്കുന്നത്. അത് വാനാട്ടോ, VANS, വാൻസ്. വാനുകളാകാം, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ്. ഇതൊക്കെ റോഡ് ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിൾ ആണ്. ഫസ്റ്റത്തെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ കേട്ടോ, കറക്റ്റ് ആണോ നോക്കാം. VANS, വാൻസ്, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾസ്, ബസ്സസ്. ഇനി എയർ ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിൾ നോക്കിയേ. ഹെലികോപ്റ്റർ, എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്ററും എയർക്രാഫ്റ്റും. ദെൻ വാട്ടർ ഗോയിങ് ആംബുലൻസ് ഏതാ? ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ്. ബോട്ടുണ്ട്, ഹോസ്പിറ്റൽ, ഷിപ്സുകളൊക്കെ വാട്ടർ ഗോയിങ് ആംബുലൻസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് നോക്കിയേ, ഫങ്ഷണൽ ടൈപ്പ്. അപ്പൊ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച്, അതിന്റെ ഫങ്ഷൻ അനുസരിച്ച്, പ്രവർത്തനങ്ങൾ അനുസരിച്ച് ആംബുലൻസിനെ നമുക്ക് 7 ക്ലാസിഫൈ ചെയ്യാം. Classified into 7. According to functional types, the ambulance can be classified into 7 types. 7 തരത്തില് നമുക്ക് എന്ത് ചെയ്യാം? ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഏതനുസരിച്ചാ? ഫങ്ഷൻ അനുസരിച്ച്, ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച്. ഫസ്റ്റത്തെയാണ് എമർജൻസി ആംബുലൻസ്. പേരിന്ന് തന്നെ അറിയാം അല്ലെ? അപ്പൊ എപ്പോഴായിരിക്കും? എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലെ എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്.
Okay, the most usual mode of ambulance which gives care to patients with a critical illness or injury. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഗുരുതരമായിട്ടുള്ള രോഗമോ അല്ലെങ്കിൽ ഇഞ്ചുറി, പരിക്കോ ഒക്കെ ഉള്ള പേഷ്യൻസിന് പരിചരണം നൽകുന്ന ഒരു ഏറ്റവും സാധാരണയായിട്ടുള്ള ഒരു ആംബുലൻസ് മോഡാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയുള്ള പേഷ്യൻസിനാ? ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെ, വളരെ ഗുരുതരമായ രോഗം, എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ച പേഷ്യൻസിന് ഒക്കെ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സാധാരണയായിട്ടുള്ള ഒരു ആംബുലൻസ് മോഡാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. These can be, ഇത് ഏതൊക്കെ ആവാം? റോഡ് ഗോയിങ് വാൻസ്, റോഡിലൂടെ പോകുന്ന വാൻസ് ആവാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റർ ആവാം, അല്ലെങ്കിൽ ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ്, എയർ ആംബുലൻസ് ആവാം, എയറിക്കട പോകുന്ന ആംബുലൻസ് ആകാം, ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ച് ആസ് ഗോൾഫ് കാർട്ട്, അല്ലെങ്കിൽ ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്ത വെഹിക്കിൾസ് ആവാം. കണ്ടിട്ടുണ്ടോ ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടല്ലോ ഗോൾഫ് കാർട്ടുകള്. ഗോൾഫ് കാർട്ട് ഇങ്ങനെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാന്, നടക്കാൻ ബുദ്ധിമുട്ടുകൾ ഉള്ളവരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ട് ജീപ്പൊക്കെ പോലെ ഇരിക്കുന്ന ഒരു വാഹനം ഗോൾഫ് കാർട്ട്. ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ആവാം. ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട് ഗോൾഫ് കാർട്ട് അടിച്ചു കൊടുക്കട്ടോ, അപ്പൊ അതിന്റെ പിക്ചറുകൾ കിട്ടും. കണ്ടിട്ടുണ്ടോ ഗോൾഫ് കാർട്ട്? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല, ഒന്ന് നോക്കണം കേട്ടോ. ഇന്ന് തന്നെ ഒന്ന് നെറ്റില് ഒന്ന് കയറിയോ നോക്കാം, അപ്പൊ നമുക്ക് അതിന്റെ പിക്ചർ കിട്ടും. ഗോൾഫ് കാർട്ട് കേട്ടോ, ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളാകാം. സാധാരണ നമ്മളൊരു വെഹിക്കിളിനെ നമ്മളത് എന്താ പറയാ, നമ്മൾ ഇങ്ങനെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുന്ന മിക്ക ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ അവരെ കൊണ്ടുപോകുന്ന ഒരു ജീപ്പൊക്കെ പോലെ ഇരിക്കുന്ന ഒരിത്. അങ്ങനെ കൺവേർട്ട് ചെയ്ത വാഹനങ്ങളൊക്കെ ആകാം ഏതെന്ന് പറയുന്നത് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. അപ്പൊ ക്രിട്ടിക്കൽ ഇൽനെസ്, ഇഞ്ചുറി സംഭവിച്ച പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. പേരിൽ നിന്ന് തന്നെ അറിയാലോ, പേരിൽ നിന്ന് തന്നെ അറിയാൻ പാടില്ലേ? ഓക്കെ, എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളതാണ് എമർജൻസി ആംബുലൻസ്. ക്ലിയർ ആണോ? യെസ്. ഇനി നോക്കിയേ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് രണ്ടാമത്തെ ടൈപ്പ് ആട്ടോ. അപ്പൊ ഒരു ഫംഗ്ഷണൽ ആണ് നമ്മൾ പറയുന്നത്. എന്താ ഫംഗ്ഷൻ? ക്രിട്ടിക്കൽ ആയിട്ട് വളരെയധികം അത്യാവശ്യം നിലയില് എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. അപ്പൊ അതിനുള്ള ഫെസിലിറ്റികളും ആംബുലൻസിൽ ഉണ്ടായിരിക്കും കേട്ടോ. രണ്ടാമത്തെയാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയാ? പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. എമർജൻസി എന്ന് പറയല്ല അവിടെ, സാധാ പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. A vehicle which has the duty of transporting patients to or from or between the location of medical treatment such as hospital or dialysis center or for non-urgent care. This can be vans, buses or other vehicles. അപ്പൊ എന്താ patient transport ambulance എന്ന് പറഞ്ഞാൽ എന്താ ഡ്യൂട്ടി? A vehicle which has the duty of transporting patients from or between ലൊക്കേഷൻ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ അങ്ങനെ പോണില്ലേ? ചില വയസ്സായി കിടക്കുന്ന ആളുകളൊക്കെ നമുക്ക് സാധാരണ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവര് നമ്മള് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം അല്ലെ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ആംബുലൻസിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ സാധാരണ പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ചില പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യണം. അപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് സെന്ററിലേക്ക് പോകണം. ഇത് നമ്മൾ പെട്ടെന്ന് ഇതാണല്ലോ, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഇപ്പൊ ഇന്ന് ഡയാലിസിസ് ചെയ്തു, ഇനി അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇന്ന ദിവസം ഡയാലിസിസിന് പോകണം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു പ്രീ പ്ലാൻഡ് ആണ്, നമ്മൾ മുൻകൂട്ടി അറിയാവുന്നതാണ് നമ്മള്. അപ്പൊ നമുക്ക് എന്താ, അതിന് അടുത്ത ആഴ്ച പോകാനായിട്ട് നമുക്കൊരു ആംബുലൻസ് പറയാം അല്ലേ. അതായത് എമർജൻസി വരുമ്പോ പോകുന്നതല്ല അത്. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യണം, അപ്പൊ വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഏത് ഉപയോഗിക്കാം? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കാം കേട്ടോ.
സാധാരണ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ക്രിട്ടിക്കൽ ആയിട്ടല്ല ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഡയാലിസിസ് ചെയ്യണം, അത് നമ്മളിപ്പോ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം വീതം പോകുന്നതായിരിക്കും. അപ്പൊ ആ പേഷ്യൻസിന് സാധാരണ ബസ്സിലോ കാറിലോ ഒക്കെ ഒന്നും പോകാൻ പറ്റാത്ത കണ്ടീഷൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെ? കിടന്ന് തന്നെ അനങ്ങാതെ കിടന്ന് തന്നെ പോകേണ്ടതൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഈ ആംബുലൻസ് യൂസ് ചെയ്യാം കേട്ടോ. അത് അവിടെ പറഞ്ഞിരുന്നു ഫോർ നോൺ അർജന്റ് കെയർ. കണ്ട, അർജന്റ് അല്ല അത്, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, അല്ലേ? അർജന്റ് കെയർ അല്ല അത് കേട്ടോ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. vehicles which has the duty of, അങ്ങനെ തന്നെ ചോദിക്കാം, അത് ഏത് ആംബുലൻസ് ആണ് ചോദിക്കാം കേട്ടോ. which has duty of transporting patient from or between location of medical treatment such as hospital or dialysis center for non-urgent care. അണ്ടർലൈൻ ചെയ്തിട്ടോ. ക്ലിയർ അല്ലേ? അർജന്റ് കേസ് അല്ല, അല്ലാതെ നമ്മളിപ്പോ ഡയാലിസിസ് ചെയ്യണം, അപ്പൊ വീട്ടിൽ നിന്ന് നമുക്ക് ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്ക് പോകണം, അപ്പൊ നമുക്ക് ആംബുലൻസ് വിളിക്കാം. ഓക്കെ, അത്. ഇനി അടുത്ത് നോക്കിയേ, ആംബുലൻസ് ബസ്സാണ്. ആംബുലൻസ് ബസ്. ബസ് എന്ന് പറഞ്ഞാൽ എന്താ? ബസ് എന്താ? ബസ്സും കാറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബസ്സിലെന്താ? എന്താ? സ്പേസ് കൂടുതലാണ്. ആ സ്പേസ് കൂടുതൽ, അതായത് കുറെ ആളുകൾക്ക് പോകാൻ പറ്റൂലേ ബസ്സില്, അല്ലേ? ആ, കുറെ ആളുകളെ കൊണ്ടാകാൻ പറ്റും. അതാണ് ഇപ്പൊ ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ കുറെ ആളുകളെ കൊണ്ട്, ഇപ്പൊ സാധാ ആംബുലൻസിലാണെങ്കിൽ നമ്മൾ ഒരു പേരേക്കല്ലേ, ഒരാളേക്കല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 പേരെയൊക്കെയാണ് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റൂ, അല്ലെ? ഇതെന്താ? ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആംബുലൻസ്, വലിയ ആംബുലൻസ് ആണ്. ഓക്കെ, യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് ചേസസ്. ബസിന്റെ ഫ്രെയിം പോലെ, അതായത് നമുക്ക് ഒരു that can move out and transport a great number of patients. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഒത്തിരി ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹ്യൂജ് ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ്. ഇപ്പൊ എക്സാമ്പിൾ പറയാം ഞാൻ, അതായത് ഇപ്പൊ ഒരു അപകടം നടന്നു, ഒരു ബസ് വേണ്ട, ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഒരു വാൻ, സ്കൂളിൽ പോകുന്ന ഒരു സ്കൂൾ വാൻ പറഞ്ഞു കുറച്ച് കുട്ടികൾക്ക് അപകടം പറ്റി, ചെറിയൊരു അപകടങ്ങൾ പറ്റിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുപോകണം, അല്ലെ? അപ്പൊ സാധാ ആംബുലൻസ് ആണെങ്കിൽ 1 പേര് 2 പേരെയൊക്കെ നമുക്ക് അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാവുമ്പോഴും എങ്ങനെയാ, 10ഓ 20ഓ പേർക്ക് നമുക്ക് ഒരുമിച്ച് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇങ്ങനെ വലിയൊരു സംഭവങ്ങളൊക്കെ നടക്കൂലേ, ഒരുപാട് പേർക്ക് ഒരുമിച്ച് പരിക്കൊക്കെ പറ്റൂലേ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ബസിന്റെ ഒരു ഫ്രെയിം പോലെയുള്ളതാണ് അത് കേട്ടോ. അത് നമുക്ക് ധാരാളം പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായോ? ആംബുലൻസ് ബസ് എന്താണ്? ഹ്യൂജ് ആംബുലൻസ് ആണ്. ആൻഡ് ക്യാൻ ബി ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. കുറെ ആളുകളെ കൊണ്ടുപോകാം. അതായത് ഇതുപോലെ വലിയൊരു അപകടം നടന്നു, അവിടെ 10-15 പേർക്കൊക്കെ അപകടം പറ്റി, 15 ആംബുലൻസ് വരാൻ പറ്റുമല്ലോ, അതിന് പകരം ഒരുപാട് പേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് 10ഓ 20ഓ പേർക്ക് അതിൽ പോകാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ആംബുലൻസ് ബസ്. ഇനി അടുത്ത് നോക്കി, ചാരിറ്റി ആംബുലൻസ്. പേരിൽ നിന്ന് തന്നെ അറിയാം, ചാരിറ്റി ആംബുലൻസ്. അതെന്താ? ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അല്ലെ? ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഈ നമുക്ക് ഓരോ ചാരിറ്റികളില്ലേ, കാരുണ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ ഇങ്ങനെ ഓരോ ചാരിറ്റികള് പള്ളിയുടെ കീഴിലും ഒക്കെ ഇങ്ങനെ ഓരോ ചാരിറ്റി പ്രവർത്തിക്കുന്നില്ലേ? എന്താ പറയാ, നിർദ്ധരായ കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വയസ്സായ ആളുകൾ വെക്കുന്ന, അങ്ങനെ അവര് പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ ചാരിറ്റി ആംബുലൻസ്. എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഈസ് ഗിവൺ ബൈ എ ചാരിറ്റി. അണ്ടർലൈൻ ചെയ്തിട്ടോ. അങ്ങനെ തന്നെ ചോദിക്കാം, എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഈസ് ഗിവൺ ബൈ എ ചാരിറ്റി. ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ്. For the purpose of taking sick children or adults on outgoing or vacation away from hospitals and hospice centers or care home where they are in long-term care. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന, ഇനി ഇങ്ങനെ സിക്ക് ആയിട്ടുള്ള കുട്ടികളില്ലേ, ഇങ്ങനെ അനാഥാലയങ്ങളൊക്കെ ഉള്ള, അങ്ങനെ ഇങ്ങനെ കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികള്, അല്ലെങ്കിൽ അഡൽറ്റ് ഒത്തിരി പ്രായമായ ആളുകളെ, വാർദ്ധക്യ ഇതൊക്കെ ഇല്ലേ, ഇങ്ങനെ ഭവനങ്ങളൊക്കെ
അങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്താണ് അവരൊരു ഔട്ടിങ് പോലെ കൊണ്ടുപോകാൻ അല്ലെ. അപ്പൊ അവരെന്നും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്ക് ഒരു ഇടയ്ക്ക് ഒരു വെക്കേഷൻ, അത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഔട്ടിങ് പോലെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ചാരിറ്റിയുടെ കീഴിൽ വരുന്ന ആംബുലൻസാണ്. അപ്പൊ അവര് അതിനെ കൊണ്ടുപോയി. ഇപ്പൊ ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിസ് സെന്റേഴ്സുകള്, ഹോസ്പിസ് ട്രീറ്റ്മെന്റും എന്റർടൈൻമെന്റും അല്ലെ, അങ്ങനെയുള്ള സെന്ററുകള്, ഫെസിലിറ്റികള്, അല്ലെങ്കിൽ കെയർ ഹോമുകള്, അവിടെയൊക്കെ ലോങ് ടൈം കെയർ കൊടുക്കുന്ന അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ജസ്റ്റ് ഒരു ഔട്ടിങ് പോലെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സിക്ക് പറ്റിയിട്ടുള്ള, ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ രോഗബാധിതരായ കുട്ടികളെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ പ്രായമായ ആളുകളെയൊക്കെയോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ലോങ് ടൈം കെയറിൽ കഴിയുന്ന ഹോസ്പിറ്റൽ സെന്ററുകളിൽ കഴിയുന്ന അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ കഴിയുന്ന പേഷ്യൻസിനെയൊക്കെ ആളുകളെയൊക്കെ നമുക്ക് ഒരു ഔട്ടിങ് പോലെ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ഔട്ടിങ് എന്നൊക്കെ പോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് കിങ്ഡം ചെമ്പുലൻസ് പ്രൊജക്ട്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് UK ചെമ്പുലൻസ് പ്രൊജക്ട് എന്ന് പറയുന്നത് അതൊരു ചാരിറ്റി, UK ഒരു ചാരിറ്റിയാണ്, ചാരിറ്റബിൾ പ്രോഗ്രാം ആണ്. അപ്പൊ അതിന്റെ കീഴിൽ ചാരിറ്റിയുടെ കീഴിൽ ഇതുപോലെ തന്നെ ആംബുലൻസ് ഉണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഔട്ടിങ്ങിനൊക്കെ നമുക്ക് ആ ഒരു ഇതിനകത്ത് കൊണ്ടുപോകാം. ദിസ് കോമൺലി ബേസ്ഡ് ഓൺ എ ബസ് പോലെ ഉള്ളതാണ്. അതായത് ഒത്തിരി പേരെ കൊണ്ടുപോകണ്ടേ, ഒത്തിരി പേരുകളെ കൊണ്ടുപോകാനൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിനകത്ത് ഗിവൺ ബൈ ദ ചാരിറ്റി എന്ന് തന്നെ കാണുമ്പോൾ അറിയാലോ ചാരിറ്റി ആംബുലൻസ് ആണെന്നുള്ളത്. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Peculiar mode of patient transport ambulance is given by a charity. എന്താണ്? ചാരിറ്റി ആംബുലൻസ്. എന്നിട്ട് അവിടെ ഓപ്ഷൻ ചോദിക്കും, അവിടെ ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്, അങ്ങനെയൊക്കെ നമുക്ക് എമർജൻസി ആംബുലൻസ്, അങ്ങനെയൊക്കെ ഓപ്ഷൻസും ചോദിക്കാം കേട്ടോ. ചാരിറ്റി നൽകുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ്. പിന്നെ നോക്കി അടുത്തത് ബാരിയാട്രിക് ആംബുലൻസ്. Bariatric ambulance, like a peculiar mode of patient transport ambulance designed for a extremely overweight patient. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓവർവെയിറ്റ് ആയിട്ട് അമിത വണ്ണമുള്ള ആളുകളില്ലേ, ഭയങ്കര പൊണ്ണത്തടിയൊക്കെ ഉള്ള ആളുകള് അല്ലെ. അപ്പൊ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് എടുത്തു കയറ്റാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുമോ? അവരെടുത്ത് പൊക്കി ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റുമോ? ഓവർവെയിറ്റ് ഭയങ്കര, ഒരു 100 കിലോ ഉള്ള ഒരാള്, 110 കിലോ അല്ലെ, അങ്ങനെയുള്ള ആളുകളെ കയറ്റാൻ പറ്റില്ല. അപ്പൊ അവരെ ആംബുലൻസിലേക്ക് കയറ്റണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ഫെസിലിറ്റി വേണം അല്ലെ. അതായത് നമ്മുടെ റെയിലൊക്കെ പോലെ അങ്ങനെയുള്ള പ്രോപ്പർ ടൂൾസ് വേണം. നമ്മൾ നേരെ സീറ്റ് ഇങ്ങനെ വലിച്ചിട്ട് അവരെ ഇരുത്തിയിട്ട് നേരെ ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്താൽ ആംബുലൻസിലേക്ക് തന്നെ കയറുന്ന രീതിയിലുള്ള, അതാ പറഞ്ഞ പല പല ആംബുലൻസുകളുണ്ട്. നമുക്ക് അവിടെ ഫങ്ഷണൽ ടൈപ്പ് ലെവൽ ഓഫ് കെയർ ഒക്കെ അനുസരിച്ച് നമുക്ക് തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ കുറച്ചും കൂടി പറയുന്നുണ്ട്, ഓരോ ഫെസിലിറ്റികൾ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആംബുലൻസിന്റെ നമുക്ക് നെക്സ്റ്റ് എക്യുപ്മെന്റ്സുകൾ വരുന്നുണ്ട്. ഓരോ എക്യുപ്മെന്റുകളും അതിനകത്തും ഈ ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള എക്യുപ്മെന്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ സാധാ ആംബുലൻസ്, കോമൺ ആയിട്ടുള്ള സാധാ ടൈപ്പ് ആംബുലൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതായത് നമ്മൾ എങ്ങനെയാ, നമ്മൾക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി ഇല്ല, നമ്മൾ എടുത്തു പൊക്കി ആംബുലൻസിലേക്ക് കയറ്റണം അല്ലെ. അതായത് കൂടെയുള്ള ഡ്രൈവർ അല്ലാതെ ഒരാളുണ്ടാവില്ല, അവര് നമ്മുടെ ആളുകൾ ആരെങ്കിലും കൂടി എടുത്ത ആംബുലൻസിലേക്ക് കയറ്റും. പക്ഷെ ഇങ്ങനെ ഓവർവെയിറ്റ് ഉള്ള ആളുകൾക്ക് അത് പറ്റൂല, നമ്മളെ കൊണ്ട് ചുമന്ന് അവരെ കയറ്റാൻ പറ്റൂല. അപ്പൊ എന്താണ്, അവരെ ഈസി ആയിട്ട് ആംബുലൻസിലേക്ക് കയറ്റാൻ അതിനുള്ള ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് വേണം. അതായത് ഒരു റെയിൽ പോലെ എന്തെങ്കിലും വന്നിട്ട് അപ്പൊ അതിനകത്ത് ജസ്റ്റ് പേഷ്യൻസിനെ അവിടെ ഇരുത്തിയിട്ട് ഒന്ന് തള്ളി കൊടുത്താൽ ജസ്റ്റ് ആംബുലൻസിലേക്ക് കയറുന്ന സജ്ജീകരണം, അങ്ങനെയുള്ളത് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. വിത്ത് ദ പ്രോപ്പർ ടൂൾസ് ടു മൂവ് ആൻഡ് മാനേജ് ദിസ് പേഷ്യൻസ്. ആ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കാനും കൈകാര്യം ചെയ്യാനും അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, അതിന് വേണ്ടിയിട്ടുള്ള വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ആംബുലൻസിന് വേണം. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ അത് ചോദിക്കാം കേട്ടോ. Which of the following ambulance is designed for extremely overweight to transport the extremely overweight patients? ഏത് ആംബുലൻസ് ആണ് നമുക്ക് ഓവർവെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? എക്സാമ്പിൾ തരും, ഓപ്ഷൻസ് തരും അവിടെ. ആംബുലൻസ് ബസ്, ഓപ്ഷൻ ബി ചാരിറ്റി ബസ്,
ambulance, then option C in the bariatric ambulance, then option D psychiatric ambulance. അപ്പൊ overweight എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഏതെഴുതാൻ നമുക്കവിടെ bariatric ambulance. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? bariatric ambulance ക്ലിയർ അല്ലേ? യെസ്. ഓവർവെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയുള്ള വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റി ഉള്ള ആംബുലൻസ്. ഓക്കെ. ഇനി അടുത്തതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. അപ്പൊ എന്താ എന്താ ഓർഗൻസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ്. എങ്ങനെയാന്ന് നോക്കിയേ. ടു കളക്ട് ദ ബോഡീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഹു ഹാവ് ഡൈഡ് സഡൻലി ഫ്രം ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരണമടഞ്ഞ ആളുകള്, ആക്സിഡന്റ് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് മരണമടഞ്ഞ ആളുകള്, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താ എമർജൻസി ആയിട്ട് എന്താ അവര് പെട്ടെന്ന് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഓർഗൻസ് എടുക്കാൻ പറ്റും അല്ലെ? ഇന്ന ടൈമിൽ എത്തിക്കണ്ടേ, എന്നാലാണ് അത് ഓർഗൻസ് വേറെ ആളിലേക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത്ര ടൈം കൊണ്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ ആ മരിച്ചവരെ എത്തിക്കണം. വേറെ ഒരു ഇതല്ല. നമുക്ക് എന്താ പറയാ, അങ്ങനെയില്ലേ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു, അപ്പൊ അവരുടെ ഓർഗൻസ് നമുക്ക് എടുക്കണമെങ്കിൽ അല്ലെ, കിഡ്നി ഒക്കെ നമുക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം വേറെ ആൾക്ക്. അപ്പൊ അത് ഇത്ര സമയത്തിനുള്ളിൽ അവരെ എത്തിക്കണ്ടേ. ആ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ അവിടെ ഉദ്ദേശം? എന്താ, ആ പെട്ടെന്ന് മരിച്ച, അതായത് അറ്റാക്ക് വന്നിട്ടോ ആക്സിഡന്റ് പറ്റിയോ ഒക്കെ പെട്ടെന്ന് മരണമടഞ്ഞ ആളെ ഓർഗൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശം, അവരുടെ ഓർഗൻസ് എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. സ്പീഡ് കൂടണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളേ? കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റത്തെ ഏഴാമത്തെയാണ് സൈക്യാട്രിക് ആംബുലൻസ്. അപ്പൊ എന്തായിരിക്കും അത്? സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ സൈക്യാട്രിക് ആയിട്ടുള്ള അല്ലെ, എന്തെങ്കിലും മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളെ, അപ്പൊ അവര് നമുക്ക് ഹോസ്പിറ്റലിലേക്ക്, ഇപ്പൊ മെന്റൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ, ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലില്, ആ ഒരു അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ്. അതിനുവേണ്ടി പ്രത്യേകം ഉള്ള ഒരു ആംബുലൻസ് ആണ്. സൈക്യാട്രിക് എമർജൻസിയിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസീസ്. ഇതിന് പ്രതിബദ്ധതയുള്ളതാണ് സൈക്യാട്രിക് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയുള്ള മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്ന ആളുകളെ, മനഃശാസ്ത്രപരമായിട്ടുള്ള മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. 7 ടൈപ്പാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ആംബുലൻസിന്റെ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് മാറിപ്പോകരുത് കേട്ടോ. ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ആംബുലൻസിന് നമുക്ക് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എമർജൻസി ആംബുലൻസ് എന്തിനായിരുന്നു? എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുപോകുക അല്ലെ. ക്രിട്ടിക്കൽ ഇല്ല അല്ലെങ്കിൽ ഇഞ്ചറി സംഭവിച്ചാൽ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസോ സാധാ പേഷ്യൻസിനെ കൊണ്ടുപോകാം. ഇപ്പൊ ഡയാലിസിസ് ചെയ്യണം, വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം, നമുക്ക് ഏത് ഉപയോഗിക്കാം? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കാം. അവിടെ വേറെ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും അധികം വേണ്ട അല്ലെ. അതിപ്പോ ഓൾറെഡി നമ്മൾ എന്താ നോൺ അർജന്റ് കെയർ ആണ് അവിടെ, അർജന്റ് അല്ലാതെ പോകുന്നത് അല്ലെ. അർജന്റ് അല്ലാതെ പേഷ്യൻസിനെ സാധാ കൊണ്ടുപോകാം. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നമ്മൾ പോകുന്നതായിരിക്കും അല്ലെ. സാധാരണ നോൺ അർജന്റ് കെയറിന് വേണ്ടി പോകുന്നത്. പിന്നെ ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ എന്താ, 10ഓ 20ഓ ആളുകൾക്ക് ഒരുമിച്ച് ഒരു അപകടം പറ്റി, അപ്പൊ ഒരുമിച്ച് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളത്, അങ്ങനെ ഉള്ളതാണ് ആംബുലൻസ് ബസ്. പിന്നെ ചാരിറ്റി ആംബുലൻസ് പറഞ്ഞാൽ ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽ സെന്ററുകളിലോ കെയർ ഹോമുകളിലോ ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു വെക്കേഷൻ പോലെ, ഒരു ഔട്ടിംഗ് പോലെ കുറച്ച് പേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളതാണ്. ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസ് അല്ലെ, ഒത്തിരി ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ അതിനുള്ള ഫെസിലിറ്റികൾ ആ ആംബുലൻസിൽ വേണം അല്ലെ. അങ്ങനെ അവരെ നമ്മൾ എടുത്ത് പൊക്കി കയറ്റാത്ത രീതിയിലുള്ള ഫെസിലിറ്റി ഒക്കെ വേണം. അങ്ങനെയുള്ളത്. റാപ്പിഡ് ഓർഗൻ റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഹാർട്ട് അറ്റാക്കോ ആക്സിഡന്റ് ഒക്കെ പറ്റി പെട്ടെന്ന് മരണമടഞ്ഞ ആളുകളെ വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്താ ഉദ്ദേശം? അവരുടെ ഓർഗൻസ് എടുക്കാൻ വേണ്ടി അല്ലെ.
ആ ഒരു ഉദ്ദേശത്തോടു കൂടി വേഗത്തിൽ അവരെ എത്തിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ലാസ്റ്റ് സൈക്യാട്രിക് പേഷ്യൻസിനെ എമർജൻസിയിലുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിലേക്ക് കൊണ്ടുപോകാനുള്ളത്. 7 ടൈപ്പ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 7 പറഞ്ഞതിന് ക്ലിയർ ആണോ? ഈ ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ. ഓരോന്നും ഡാഷ് ഇട്ട് ചോദിക്കാം. ഫങ്ഷണൽ ടൈപ്പ് എത്ര ഉണ്ടെന്ന് ചോദിക്കാം. ഫങ്ഷണൽ ടൈപ്പിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കാം. യെസ്, ക്ലിയർ ആണ് അല്ലെ? ഇനി അടുത്തതാണ് നമുക്ക് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ്. പ്രിയങ്ക ഓക്കെ ആണാണ് ഇട്ടത്? ഓക്കെ ആണാണോ? എസ് എസ് ഓക്കെ. ഞാൻ എസ് എന്ന് ഇട്ടപ്പോ പെട്ടെന്ന് ഡൗട്ട് ഉണ്ടായിട്ടാണോ അതുകൊണ്ട് ചോദിച്ചാട്ടോ. ഓക്കെ ആണ് അല്ലെ? ഇനി നമുക്ക് അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചാൽ നമുക്ക് വരുന്ന ലെവൽ ഓഫ് കെയർ. നമുക്ക് ആ ആംബുലൻസിന് കിട്ടുന്ന കെയർ പരിചരണം അനുസരിച്ച് ആംബുലൻസിനെ നമുക്ക് 4 ടൈപ്പായി തിരിക്കാം. ഏതൊക്കെയാണ്? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. കണ്ടോ? ലെവൽ ഓഫ് കെയർ ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആംബുലൻസിൽ നിന്ന് കിട്ടുന്ന കെയർ അനുസരിച്ച്, ആ കെയറിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് എത്രയായി തിരിക്കാന്ന് പറഞ്ഞേ? 4 ടൈപ്പ്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. 4 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ടൈപ്പ് എ നോക്കിയേ. ഇനി നിങ്ങളെ ആംബുലൻസ് ഒക്കെ ഒന്ന് കാണുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ ലൈറ്റുകള്, അതിന്റെ സിഗ്നലുകള്, കുറെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. എങ്കിലും ഇനി ആംബുലൻസ് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റട്ടോ നമ്മൾ പഠിച്ചതിൽ ഇതിന് വന്നതാണെന്നും ഒക്കെ ഒന്നൊന്ന് ശ്രദ്ധിച്ചു പോകും കേട്ടോ. സൈറനുകളും കാര്യങ്ങളും ഒക്കെ പല പേഷ്യൻസിനെ കൊണ്ടുപോകും. പല സൈറനുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് അവിടെ പന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നോക്കാം. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കിയേ, ടൈപ്പ് എ. അപ്പൊ 4 4 തരമായിട്ട് നമുക്ക് തിരിക്കാം. ആ ആംബുലൻസിന് കിട്ടുന്ന കെയർ അനുസരിച്ച് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4. 4ആക്കി തിരിക്കാം. ഫസ്റ്റ് ടൈപ്പ് എ. എ ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആംബുലൻസിൽ അങ്ങനെ എഴുതിയേക്കണേ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, അല്ലെങ്കിൽ ടൈപ്പ് എ, ടൈപ്പ് ബി എന്നൊക്കെ എഴുതിയേക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും ശ്രദ്ധിക്കൂല അല്ലെ? നമ്മളങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ട് ഉണ്ടാവില്ല അല്ലെ? ഞാനും അതെ, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനും അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പൊ ഇതുപോലെ ഇത് കോഴ്സ് പഠിച്ചപ്പോഴൊക്കെയാണ് നമ്മളാണെങ്കിലും കൂടുതൽ ഹോസ്പിറ്റലിലാണെങ്കിലും നിങ്ങളിപ്പോ ഇനി ചെല്ലുമ്പോ നമ്മൾ ഒന്നോടെ ശ്രദ്ധിക്കും അല്ലെ? നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലേന്ന് കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞ ഇനി ഇന്ന് മുതൽ ആംബുലൻസ് പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. ഏതാണ്, എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ നോക്കി എന്താ പറഞ്ഞേക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് ആ 4 ടൈപ്പിന്റെയും പേരൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ടൈപ്പ് എ ഏതാണ് ഇങ്ങനെ ചോദിക്കാം. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ നോക്കി. ഫോംഡ് ആസ് പെർ CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ പ്രകാരം രൂപീകരിച്ചത്. ടൈപ്പ് എ എന്ന് പറഞ്ഞത് കെയറിനെ ബേസ് ചെയ്ത് നമുക്ക് തരുന്ന കെയറിന്റെ ലെവൽ നോക്കിയിട്ട് 4 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് എ ആണ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഫസ്റ്റ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ നോക്കിയേ. ഫോംഡ് ആസ് പെർ CMVR. CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം രൂപീകരിച്ചതാണ്. Not able to carry the patient who are lying horizontally with the face and torso facing up. ഫേസും നെക്കും അല്ലാത്ത ബാക്കി ഭാഗം അതാണ് ടോർസോ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഫേസും ഈ നെക്ക് കഴുത്തും അല്ലാത്ത ബാക്കി ഭാഗം. അപ്പൊ എന്താ പറയാ, ചില പേഷ്യൻസിന് ഇങ്ങനെ ഭയങ്കര കെയർ കൊടുത്തു പോകേണ്ടി വരും അല്ലെ? അനങ്ങാതെ കിടത്തിക്കൊണ്ട് പോകേണ്ടി വരും. വല്ല ബോൺസിന് വല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിട്ടോ അല്ലെങ്കിൽ കുറച്ചധികം എമർജൻസി അനങ്ങാൻ പാടില്ല അതൊക്കെ കൊണ്ടുപോകേണ്ട. ഹൊറിസോണ്ടലി നേരെ തിരിച്ചെടുക്കാനോ തിരിക്കാനോ അങ്ങനെയൊന്നും പാടില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ചിലപ്പോ കൊണ്ടുപോകേണ്ട പേഷ്യൻസ് ഉണ്ടാകും അല്ലെ?
അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ ഈ ആംബുലൻസ് പറ്റില്ല. കണ്ടോ, നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യൻസ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ ഈ ആംബുലൻസ് പറ്റില്ല. എങ്ങനെയുള്ള പേഷ്യൻസാ? ലൈങ് ഹൊറിസോണ്ടലി, നേരെ കിടക്കുന്നത്, ഫേസും ടോസും വിത്ത് ഫേസ് ആൻഡ് ടോസ് ഓഫ് ഫേസിങ് അപ്പ്, അതായത് നേരെ നമ്മൾ കിടന്ന് പോകില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? വളരെ എമർജൻസി ആയിട്ടുള്ള, അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനൊന്നും ഈ ആംബുലൻസ് പറ്റില്ല. അതാണ് സാധാ ടൈപ്പ് ആംബുലൻസ് ആണ്. മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതിന്റെ ഉള്ളിൽ വേറെ ഇങ്ങനെയുള്ള വെന്റിലേറ്ററോ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതായത് മെഡിക്കൽ ഫെസിലിറ്റി ഒന്നുമില്ല. ഏറ്റവും സാധാ ടൈപ്പ് ആംബുലൻസ് ആണ്. വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ട പേഷ്യൻസിനെ, അതായത് വളരെ കെയർ കൊടുത്ത് കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ ഈ ടൈപ്പ് എയിൽ പറ്റില്ല, ആംബുലൻസിന് പറ്റില്ല. Not to avail medical facility inside the vehicle. ഈ വെഹിക്കിളിന്റെ ഉള്ളില്, ഈ ആംബുലൻസിന്റെ ഉള്ളില് മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടോ? മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടോ? ഇല്ല അല്ലെ? നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾസ്. വെഹിക്കിളില് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. സാധാ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബുലൻസ് there is no medical facility inside the vehicle? ഏത് ടൈപ്പാ? ഓപ്ഷൻസ് ടൈപ്പ് എ, ടൈപ്പ് സി, ടൈപ്പ് ഡി. നൺ ഓഫ് ദ എബോവ്. ഏത് ടൈപ്പിലാണ് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തത്? സാധാ ടൈപ്പ് ആംബുലൻസ്. ഇതാണ് ടൈപ്പ് എ. ക്ലിയർ ആയോ? ടൈപ്പ് എ. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. രണ്ട് സെന്റൻസ് നോക്കണം. നമുക്ക് ഫേസും നമുക്ക് ഹൊറിസോണ്ടലി നേരെ കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പറ്റാത്തത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത വെഹിക്കിൾ ആംബുലൻസ് ഏതാണ്? ടൈപ്പ് എ ആണ്. ഇനി നോക്കിയാൽ ടൈപ്പ് ബി എന്ന് പറഞ്ഞേതാ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളത്. ഇതിലും മെഡിക്കൽ ഫെസിലിറ്റി അങ്ങനെ ഇല്ല കേട്ടോ. ടൈപ്പ് എയിലും ടൈപ്പ് ബിയിലും മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത സാധാ ടൈപ്പ് ആംബുലൻസ് തന്നെയാണ്. പക്ഷെ എന്താ, ടൈപ്പ് എയിനേക്കാൾ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിരിക്കും. അതാണ് ഓക്കെ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് ആണ്. Normally crewed by the staff with the lesser qualification than the crews of an emergency ambulance. Crews എന്ന് പറഞ്ഞ ജോലിക്കാര്, ആംബുലൻസിലെ ജോലിക്കാരെയാണ് ക്രൂസ് എന്ന് പറയുന്നത്. ഡ്രൈവർ മാത്രമാണ് ആംബുലൻസിൽ ഉണ്ടാവുക, വേറെ സ്റ്റാഫുകളും ഉണ്ടാവും അല്ലേ? അതിന്റെ കൂടെ എന്തായാലും ഒരാളുണ്ടാവും. 2 ക്രൂസ് എങ്കിലും വേണമെന്നാ പറയുന്നത്, ശരിക്കും പറയുന്നത് ആംബുലൻസിൽ. അറ്റ്ലീസ്റ്റ് 2 ക്രൂസ്, 2 പേരൊക്കെ വേണം. ഒരാള് ഡ്രൈവ് ചെയ്യാനും ഒരാള് പേഷ്യന്റിനെ നോക്കാനും അല്ലേ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്? 2 പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് ബോഡിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഡ്രൈവർ മാത്രമായാലും മതി, അവിടെ വേറെ കെയർ ഒന്നും കൊടുക്കണ്ടല്ലോ. എന്നാലും ഉണ്ടാവും പേഷ്യൻസ്, മിക്കവാറും 2 പേരെങ്കിലും ആംബുലൻസിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ടൈപ്പ് ബിയില് ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാര് അല്ലെങ്കിൽ അവിടെയുള്ള ജോലിക്കാര് എങ്ങനെയാ? എമർജൻസി ആംബുലൻസിലുള്ള ജോലിക്കാരെക്കാളും ക്വാളിഫിക്കേഷൻ കുറവുള്ളവരാ. അതായത് ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല ഇതിനകത്ത് ഈ ടൈപ്പ് ബിയിൽ വർക്ക് ചെയ്യുന്നത്. അത്ര എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകുന്ന അല്ല. അത്യാവശ്യം ഈ ടൈപ്പ് ബിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അല്ലെങ്കിൽ ക്രൂസിന് എന്താണ്, അത്യാവശ്യം പേഷ്യൻസിനെ ഒന്ന് കൊണ്ടുപോകുക, കയറ്റുക, പേഷ്യൻസിനെ ഇറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ മൂവ് ചെയ്യിക്കണം. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊന്നും അധികം അറിവില്ലാത്ത ഇതായിരിക്കും, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അതായത് ക്വാളിഫിക്കേഷൻ കുറവുള്ളവരായിരിക്കും. ഏതിനേക്കാളും എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെക്കാളും ഈ ക്വാളിഫിക്കേഷൻ കുറവുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ക്രൂസ് ആണ് ഈ ടൈപ്പ് ബിയിലുള്ളത്. അവർക്ക് എന്താ, അവർക്കുടെ ജോലി എന്താ? പേഷ്യന്റ് ജസ്റ്റ് ഒന്ന് കയറ്റുക, ആംബുലൻസിനെ ഇറക്കുക, അങ്ങനെയുള്ളത്. പിന്നെ മെഡിസിൻസ് ഒക്കെ എവിടെയൊന്നും വേണമെങ്കിൽ അവർക്ക് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കൂടിയുള്ള ഇതുവരെ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങളുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെക്കുക. അത്രയുള്ള കാര്യങ്ങൾ മാത്രം, അത്രയും ക്വാളിഫിക്കേഷൻ മാത്രം മതി ടൈപ്പ് ബിയില്, ബി ടൈപ്പില് കേട്ടാ. ഇനി നോക്കിയേ, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊന്നും അധികം അറിവില്ലാത്ത ആളുകളായിരിക്കും. ഓക്കെ, ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഫ്രം ഓർ ബിറ്റ്വീൻ ദ പ്ലേസസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. അപ്പൊ അവർക്കുടെ ഡ്യൂട്ടി എന്താ? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. എങ്ങോട്ട്?
ഹോസ്പിറ്റലിലേക്കും തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വേണമെങ്കിൽ വീട്ടിലേക്കും അല്ലെ, മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് അതായത് ഹോസ്പിറ്റലിലേക്കും ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ പേഷ്യന്റിനെ കയറ്റുക, പേഷ്യന്റിനെ ഇറക്കുക, അത്രയൊക്കെയുള്ള ക്വാളിഫിക്കേഷൻ മതി. അധികം എന്താ പറയാ, ഈ ടൈപ്പ് എയിലായിക്കോട്ടെ ടൈപ്പ് ബിയിലായിക്കോട്ടെ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ടൈപ്പാണ് രണ്ടും. ക്ലിയർ അല്ലേ അത്? ക്ലിയർ ആണോ? ടൈപ്പ് ബി. ഇനി അടുത്താണ് ടൈപ്പ് സി ആണ്. സി ടൈപ്പ് ആംബുലൻസ് ഉണ്ട്. ഓക്കെ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇതാണ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏത് ടൈപ്പിൽ വന്നെയാണ്? ഏതാണ്? ടൈപ്പ് സി ആണ്. ബേസിക് എന്ന് പറഞ്ഞത് ബേസിക് അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസ്, ബേസിക് ആയിട്ടുള്ള അല്ലെ, ബേസിക് ലൈഫ് സപ്പോർട്ട് അത്യാവശ്യം നമ്മളെ ജീവൻ നിലനിർത്താൻ വേണ്ട സംഭവങ്ങൾ മതി അതിൽ അല്ലെ, ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യം മതി. അതാണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് സി ഏതാണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഏതാണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ടൈപ്പ് സി. കിട്ടിയോ? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എ വെഹിക്കിൾ ഡിസൈൻ ഫോർ എഫിഷ്യന്റ്ലി. എഫിഷ്യന്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത, കംഫോർട്ട്, പേഷ്യൻസിന്റെ സുരക്ഷയ്ക്കും നല്ല കംഫർട്ട് ആയിട്ടുള്ള രീതിയിലും. Okay, in working environment, suitably equipped and suitably staffed for the transport and the treatment of the patient requiring non-invasive airway management or basic monitoring. ഇതെന്താ? അടിസ്ഥാന നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനുള്ള അത്രയും. അപ്പൊ അതുകൊണ്ട് കുറച്ച് നമ്മൾ ക്വാളിഫിക്കേഷൻ വേണം അല്ലെ, സൂട്ടബിളി. അതിന് അത്രയും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും വേണം, അതിന് ക്വാളിഫിക്കേഷനുള്ള സ്റ്റാഫുകളും വേണം. അങ്ങനെയുള്ള ഒരു ആംബുലൻസ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അവിടെ നോക്കിയ ഒരു വേർഡ് വരും, നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? നോൺ ഇൻവാസീവ് എന്ന് വെച്ചാൽ ആക്രമണാത്മകമല്ലാത്ത, അധികം ആക്രമണാത്മകമല്ലാത്ത അല്ലെങ്കിൽ എമർജൻസി അല്ലാത്ത കാര്യങ്ങള്, അല്ലെങ്കിൽ ബേസിക് മോണിറ്ററിങ് അടിസ്ഥാന നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടിസ്ഥാന ഇതെന്ന് ചോദിക്കാട്ടോ. ബേസിക് മോണിറ്ററിങ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ആംബുലൻസ് ടൈപ്പ് സി ആണ്. അതങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ അതിന്റെ അനുസരിച്ച് സ്റ്റാഫിനും കുറച്ചുകൂടി ക്വാളിഫിക്കേഷൻ വേണം. അവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ല. ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ ഇപ്പൊ എങ്ങനെ വെക്കാതെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് പറ്റണം. അതായത് നോൺ ഇൻവാസീവ് എയർവേ ആണ് കേട്ടോ. അതായത് അധികം ആക്രമണാത്മകമല്ലാത്ത അല്ലെങ്കിൽ അടിസ്ഥാന നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അതിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സും വേണം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫും ഉള്ള ഒരു ആംബുലൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ദ ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്. ഇത് എക്സാമിൽ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലുള്ള എക്യുപ്മെന്റ്സ്, ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കിയേ? ഓക്സിജൻ സിലിണ്ടർ, then BP മോണിറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ്. ഇതെല്ലാം യൂസ് ചെയ്യാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വേണം. ഓക്സിജൻ സിലിണ്ടർ എന്തായാലും വേണം, അത് BP നോക്കാൻ BP മോണിറ്റർ വേണം, സ്റ്റെതസ്കോപ്പ് വേണം. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ലൈഫ് സപ്പോർട്ട്, ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് വേണം. അപ്പൊ എന്ത് വേണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഈ ടൈപ്പ് സി ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഏതൊക്കെയാണുള്ളത്? ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാ? ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്. ഇത് മൂന്നാട്ടോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ മൂന്നിന്റെ പേര് ഇതിനകത്തുള്ളത് പഠിച്ചാൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകൾ വേണം. മനസ്സിലാവല്ലേ? അത് അടിസ്ഥാനമായിട്ട് ഒത്തിരി അല്ല കേട്ടോ, ഒത്തിരി എമർജൻസി ഉള്ള പേഷ്യൻസിനെ അല്ല, അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്.
ഇനി അടുത്തൊന്ന് നോക്കിയേ, നാലാമത്തെയാണ് ടൈപ്പ് ഡി ആംബുലൻസ്. അതിന് എന്താ പറയുന്നത്? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇവിടെ ചോദിക്കും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആംബുലൻസ് ആണ്? ഏത് ടൈപ്പാ? ടൈപ്പ് ഡി. ടൈപ്പ് ഡി കേട്ടോ. ഈ ടൈപ്പ് ഡി ഏതാണ് ചോദിക്കാം. ടൈപ്പ് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഓർത്ത് വെക്കണം, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ കാർഡിയാക് കെയർ ആംബുലൻസ് അതെന്താണ്? അപ്പോൾ ടൈപ്പ് സിയില്, സി ടൈപ്പ് ആംബുലൻസ് നമ്മൾ പറഞ്ഞില്ല, അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ്. ടൈപ്പ് സിയിലേക്കായും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ഐസിയുലുള്ള സംഭവങ്ങളില്ലേ നമുക്ക്, അങ്ങനെ ഒരു ഐസിയു തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് ഡി. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ്. അതേപോലെ അല്ലെ, വളരെ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിന്, ചിലപ്പോ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഇല്ലേ, അപ്പൊ അവര് ആ വെന്റിലേറ്റർ തന്നെ വേണ്ടേ അല്ലെ, അവര് വേറെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ വെന്റിലേറ്റർ ഫെസിലിറ്റി വേണം. ഒരു ഐസിയുയിൽ ഒരു പേഷ്യന്റ് എങ്ങനെ കിടക്കുക അല്ലെ, എന്തൊക്കെ ഫെസിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതാ പറഞ്ഞ ഒരു ഐസിയു തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഈ ആംബുലൻസിന്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഐസിയു ആംബുലൻസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ ആരും? കണ്ടിട്ടില്ലാത്തോണ്ടാണോ മെസ്സേജ് ചെയ്യാത്തോണ്ടാണോ? ഇല്ലേ? യെസ് ഓർ നോ? യെസ്, നമ്മൾ കേട്ടിട്ടുണ്ട്. യെസ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതാ പറഞ്ഞ, ഇനി ഒന്ന് ശ്രദ്ധിക്കോട്ടോ. നിങ്ങളുടെ അടുത്തോ എവിടെയെങ്കിലൊക്കെ അറിയാതെ കുട്ടികളുടെ വീടിന്റെ അധികം ആംബുലൻസ് പോകുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ അതിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാട്ടോ. ശ്രദ്ധിച്ചിട്ടില്ല, ശരി, അതാണ് ഞാൻ പറഞ്ഞത്. ശരണ്യ പറഞ്ഞോള്ള കാര്യം പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ. നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണ്, നമുക്ക് അറിയില്ല. നമ്മൾ ആംബുലൻസ് കണ്ടിട്ടുണ്ട്, ഏത് ആംബുലൻസ് ആണോ, ഇങ്ങനെ 4 ടൈപ്പ് ആംബുലൻസ് ഉണ്ടെന്നോ അത് ഏതൊക്കെയാണെന്നൊന്നും നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആംബുലൻസ് കണ്ടിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സൗണ്ട് ഇട്ടായിരിക്കും പോകുന്നത് അല്ലെ, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോഴേ നമ്മള് നമ്മള് കാറിൽ പോകുമ്പോഴേ നമ്മുടെ ബാക്കിൽ വരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ. ഇനി അതാ പറഞ്ഞത്, ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അപ്പൊ അതിന്റെ സൈഡിലോ അല്ലെങ്കിൽ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അവിടെ ലൈഫ് സപ്പോർട്ട് ആണോ, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അങ്ങനെയൊക്കെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതെന്താ പറഞ്ഞേക്കുന്നത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, വളരെ കെയർ കൊണ്ടുപോകുന്ന പേഷ്യൻസിന്, അതായത് അത്രയും ഫെസിലിറ്റി വേണ്ട അതിൻ്റെ ഉള്ളില് അല്ലെ, അത്രയും ഫെസിലിറ്റി വേണം, അങ്ങനെയുള്ള ആംബുലൻസ് ആണ് ഏത് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. അതിനെയാണ് കാർഡിയാക് കെയർ. ഓൾസോ അതും ചോദിക്കാറുണ്ട് കേട്ടോ. ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താ പറയുന്നേ? മറ്റൊരു പേര് ഏതാണ്? കാർഡിയാക് കെയർ ആംബുലൻസ്. ഇതാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. എന്തായിരിക്കും? ടൈപ്പ് സിയിലേക്കായും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ആംബുലൻസ് ആണ്. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ തീരുന്നില്ല, ഒരു മിനിറ്റ് അതിലുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ടൈപ്പ് സി വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടൈപ്പ് ഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തി. ക്ലിയർ ആണോ? 4 ടൈപ്പും ഓക്കെ ആണല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് വായിച്ചു വെക്കണം കേട്ടോ. എപ്പോഴെപ്പോഴും ഞാൻ പറയാനുള്ള ഫസ്റ്റ് ക്ലാസ് തുടങ്ങി ഞാൻ പറയുന്നതാണ്, അന്നൊന്ന് എടുക്കുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിൽ എളുപ്പമായിരിക്കും, നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കും, ഓർമ്മ കിട്ടും. ഓക്കെ, താങ്ക് യു.